വിഷൻ ചാനലിന്റെ ഓർമ്മച്ചെപ്പ് എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ അതിഥിയെ എത്തിയിരിക്കുന്നത് മുഹമ്മദ് ഹമദി കമ്പനിയിലെ സെക്രട്ടറിയായ മിസസ് രമ്യ KK ആണ്. സ്വാഗതം മാഡം. താങ്ക് യു വിസന്യ. മാക് വിഷൻ ചാനലിലെ ഓർമ്മച്ചെപ്പ് എന്ന പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാ അണിയറ പ്രവർത്തകരോടും കൂടാതെ മുഹമ്മദ് ഹമദി കമ്പനിയിലെ ടോപ്പ് മാനേജ്മെന്റിനോടും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എന്നാൽ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് കുടുംബവും കുട്ടിക്കാലവും ചേർന്നതാണല്ലോ. താങ്കളുടെ കുടുംബത്തെക്കുറിച്ചും കുട്ടിക്കാലത്തെക്കുറിച്ചും അറിയാൻ അതിയായ ആഗ്രഹമുണ്ട്. പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും അനില. എന്റെ വീട് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ്. എന്റെ അച്ഛന്റെ പേര് ചന്ദ്രശേഖരൻ എന്നാണ്. അദ്ദേഹം ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. അമ്മ ചിത്ര, വീട്ടമ്മയാണ്. എനിക്കൊരു ചേച്ചിയും അനിയത്തിയുമുണ്ട്. ചേച്ചിയുടെ പേര് സന്ധ്യ, അനിയത്തിയുടെ പേര് സൗമ്യ. പിന്നെ ഞാൻ വിവാഹിതയാണ്. ഭർത്താവിന്റെ പേര് സത്യൻ TP എന്നാണ്. അദ്ദേഹത്തിന്റെ വീട് കോഴിക്കോടാണ്. ഞങ്ങൾക്കൊരു മോളുണ്ട്. മോളുടെ പേര് ഭവതാരണി. ഭവതാരണി ഇന്ത്യൻ സ്കൂൾ UKG പഠിക്കുന്നു. പിന്നെ എന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ കുറിച്ചാണ്. ഞാൻ ബോട്ടണിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. അത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്തത് തലശ്ശേരി ബ്രണ്ണൻ കോളേജിലാണ്. കൂടാതെ ഞാൻ BEd കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. BEd ചെയ്തത് വയനാടാണ്. പിന്നെ എന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഓർമ്മ വരുന്നത് ഞങ്ങൾ കൂട്ടുകുടുംബമായാണ് താമസിച്ചിരുന്നത്. എപ്പോഴും കുടുംബ വീട്ടിൽ നല്ല ഒച്ചയും ബഹളം നിറഞ്ഞതായിരുന്നു. കൂട്ടുകുടുംബം ആയതുകൊണ്ട് തന്നെ അവിടെ കുടുംബത്തിൽ ഓരോ അംഗവും പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യും. അത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ കുട്ടികൾ വളർന്നത്. കുട്ടിക്കാലത്തെക്കുറിച്ചും കൂട്ടുകുടുംബത്തെക്കുറിച്ചും പറഞ്ഞത് വളരെയധികം സന്തോഷം. അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, എന്താണ് താങ്കൾക്ക് ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്? അനില, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്നുള്ളത് നല്ലൊരു ചോദ്യമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ അധ്വാനം മാത്രമാണ്. അത് ആത്മാർത്ഥമായി ചെയ്യുക. അതിന്റെ റിസൾട്ട് വിജയമോ പരാജയമോ എന്തു തന്നെയായാലും അത് സമചിത്തതയോടെ സ്വീകരിക്കുക. എന്റെ കാഴ്ചപ്പാട് ജീവിതം മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യാനും സന്തോഷം പങ്കിടാനുള്ള അവസരമാണ്. അടുത്തതായി പ്രവാസ ജീവിതത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തായിരുന്നു പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള കാരണം? ആ ജീവിതയാത്രയിലെ മനോഹരമായ അനുഭവങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാമോ? പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള മുഖ്യ കാരണം എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡ് തന്നെയാണ്. കാരണം അനിലയോട് ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡ് ബഹ്റിനിലാണ് വർക്ക് ചെയ്തത്. നമ്മുടെ കമ്പനിയിലെ ജനറൽ മാനേജറായ പത്മകുമാർ സാറിനെ എന്റെ ഹസ്ബൻഡ് നേരത്തെ പരിചയമുണ്ടായിരുന്നു. അങ്ങനെ പത്മകുമാർ സാർ വഴിയാണ് ഞാനിവിടെ ഈ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഇവിടെ ഒരു സെക്രട്ടറി പോസ്റ്റിന്റെ ഒഴിവുണ്ടെന്ന് അറിഞ്ഞ് GM സാർ പത്മകുമാർ സാർ എന്നെ ഇന്റർവ്യൂ ചെയ്യുകയും 2014 ഞാനിവിടെ ജോയിൻ ചെയ്യുകയും ചെയ്തു. നമ്മുടെ മാക് മാനേജ്മെന്റ് സ്റ്റാഫ് തന്ന സപ്പോർട്ടും മോർ ഓവർ പത്മകുമാർ സാർ തന്ന സപ്പോർട്ട്, അഡ്വൈസ്, ഗൈഡൻസ് മുതലായവ കാരണമാണ് ഞാൻ ഇന്നും ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് പ്രവാസ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് പറയാനുള്ളത്. ജീവിതം കയ്പും മധുരവും നിറഞ്ഞതാണെന്നാണല്ലോ പൊതുവെ പറയപ്പെടുന്നത്. അത്തരത്തിൽ മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം ഒന്ന് പങ്കുവയ്ക്കുമോ? തീർച്ചയായില്ല. എല്ലാവരുടെ ജീവിതത്തിലും കാണും മറക്കാനാവാത്ത അനുഭവങ്ങൾ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മധുരമേറിയ അനുഭവം എന്ന് പറയുന്നത് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മകളുമൊത്ത് ഇവിടെ ബഹ്റിൽ താമസിക്കുന്നതാണ് ഏറ്റവും നല്ല മധുരമേറിയ ഓർമ്മ എന്ന് പറയുന്നത്. പിന്നെ കയ്പ് നിറഞ്ഞ അനുഭവം എല്ലാവരുടെ ജീവിതത്തിലും കാണും. കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ എനിക്ക് എടുത്തു പറയേണ്ട അനുഭവം എന്ന് വെച്ചാൽ 6 വർഷം മുമ്പേ എൻ്റെ അച്ഛൻ വിട്ടുപിരിഞ്ഞുപോയി. അത് എൻ്റെ ജീവിതത്തിൽ വളരെയധികം വേദന നിറഞ്ഞ സംഭവമായിരുന്നു. അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിച്ച വ്യക്തിയായിരുന്നു. ഇത് തന്നെയാണ് എൻ്റെ കയ്പും മധുരം നിറഞ്ഞ അനുഭവങ്ങൾ. താങ്കളുടെ ഇത്രയും സമയത്തെ വിവരണത്തിൽ നിന്ന് തന്നെ താങ്കളുടെ ഹസ്ബൻഡിന് താങ്കളുടെ ജീവിതത്തിലുള്ള സ്വാധീനം
വളരെ വലുതാണെന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, താങ്കളുടെ ഹസ്ബൻഡിൽ താങ്കൾ കണ്ടെത്തിയ നല്ല ഗുണഗണങ്ങൾ എന്തെല്ലാം എന്ന് ഒന്ന് വിശദീകരിക്കാമോ? അനില, ഹസ്ബൻഡിനെ കുറിച്ച് പറയുവാനാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. തീർച്ചയായും അദ്ദേഹം എന്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു അച്ഛനാണ്, ഗൃഹനാഥനാണ്, അദ്ദേഹം ഒരു കലാകാരനാണ്, ഒരു മ്യൂസീഷ്യൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലായ്പ്പോഴും മറ്റുള്ളവരെ മനസ്സിലാക്കാനും സഹായിക്കാനും ശ്രമിക്കും. എത്ര പ്രയാസമായ സാഹചര്യങ്ങളായാലും അദ്ദേഹം ശാന്തമായും പോസിറ്റീവായും പ്രതികരിക്കും. എന്റെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും അദ്ദേഹം ഒരു സൊല്യൂഷനായി കൂടെ നിന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്. 2014 താങ്കൾ ആദ്യമായി ബഹ്റൈനിൽ എത്തിയതെന്നും മുഹമ്മദ് അഹമ്മദി കമ്പനിയിൽ ജോയിൻ ചെയ്തതെന്നും നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ. ഈ കാലയളവിൽ ഔദ്യോഗിക ജീവിതത്തിൽ താങ്കൾക്കുണ്ടായ അനുഭവങ്ങളും ഓർമ്മകളും ഒന്ന് വിവരിക്കാമോ? ഔദ്യോഗിക ജീവിതത്തിൽ നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. ഈ കമ്പനിയിൽ ജോലി കിട്ടിയത് തന്നെ ഒരു ഭാഗ്യമായി തന്നെ കരുതുന്നു. അതിന് ഞാൻ ഈശ്വരനോട് നന്ദി പറയും. അതിനൊപ്പം തന്നെ ഈ കമ്പനിയിലെ അറ്റ്മോസ്ഫിയർ തികച്ചും വ്യത്യസ്തമാണ്. എന്റെ മുൻപത്തെ ജോലിയെ അപേക്ഷിച്ച് എനിക്കിതൊരു പുതിയ ലോകമാണ്. പ്രത്യേകിച്ച് നമ്മൾക്ക് ലേഡീസിന് കിട്ടുന്ന സെക്യൂരിറ്റി, എല്ലാ സ്റ്റാഫും തരുന്ന കെയറിംഗ്, സപ്പോർട്ട്, ഗൈഡൻസ്, പിന്നെ എടുത്തു പറയേണ്ടത് വെൽഫെയർ ആക്ടിവിറ്റീസിലെ പ്രോഗ്രാം. നമുക്ക് പാട്ട് പാടാനുള്ള അവസരം തരുന്നു, ഡാൻസ് കളിക്കാനുള്ള അവസരം തരുന്നു, ആങ്കറിങ്ങിനുള്ള അവസരം. ഈ കമ്പനിയെ ഞാൻ ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. വ്യക്തിത്വ വികസനം ജീവിതത്തിൽ ഒരു പ്രധാന ഘടകമാണ്. ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി താങ്കളുടെ കാഴ്ചപ്പാട് ഒന്ന് പങ്കുവെക്കാമോ? തീർച്ചയായും അനില, എന്റെ കാഴ്ചപ്പാടിൽ വ്യക്തിത്വ വികസനം എന്നത് ജീവിതത്തിലെ ഒരു പ്രധാന ഘടകമാണ്. ഒരു പരിധി വരെ അത് ജീവിതത്തിൽ വിജയം നേടാനും സന്തോഷത്തോടെ ഇരിക്കാനും അത് നമ്മുടെ ജീവിതത്തെ അത് മോൾഡ് ചെയ്യും. അതിലൂടെ നമുക്ക് ആത്മവിശ്വാസം, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ടൈം മാനേജ്മെന്റ്, ടീം സ്പിരിറ്റ് തുടങ്ങിയ കാര്യങ്ങളിൽ നമുക്കത് കൂടുതൽ കഴിവ് നേടാൻ സാധിക്കും. വ്യക്തിത്വ വികസനം എന്നതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ അറിയാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് മറ്റുള്ളവരുമായി നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ അത് സഹായിക്കും. എന്റെ കാഴ്ചപ്പാടിൽ വ്യക്തിത്വം വളരുന്നത് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും വിജയകരമായി നമ്മെ ശക്തരാക്കുന്നു എന്ന് മാത്രമാണ്. നല്ലൊരു കാഴ്ചപ്പാടാണ് വ്യക്തിത്വ വികസനവുമായി പങ്കുവച്ചത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കല, സാഹിത്യം, കായികം എന്നും നമ്മളുടെ സ്വപ്നത്തെയും യൗവനത്തെയും പുനഃസൃഷ്ടിക്കും എന്നാണ് പറയപ്പെടുന്നത്. താങ്കളുടെ ഇഷ്ടപ്പെട്ട വിനോദങ്ങൾ ഏതൊക്കെയാണ്? തീർച്ചയായും അനില, കല, സാഹിത്യം, കായികം എന്നും നമ്മുടെ സ്വപ്നത്തെയും യൗവനത്തെയും പുനഃസൃഷ്ടിക്കും എന്ന് പറയുന്നത് വളരെ ശരിയാണ്. എനിക്ക് മ്യൂസിക്കിനോട് പണ്ടേ വല്ലാത്തൊരു ഇഷ്ടമാണ്. കുറേ പാട്ടുകൾ കേൾക്കും. പാട്ട് കേട്ട് വരികൾ ബുക്കിൽ എഴുതുന്ന ശീലമുണ്ടായിരുന്നു. ഇപ്പോഴും നന്നായി പാട്ട് കേൾക്കും. നമ്മൾക്ക് എന്തെങ്കിലും സങ്കടമുണ്ടായാലും ടെൻഷൻ ഉണ്ടായാലും ഒരു പാട്ട് കേട്ടാൽ മതി സങ്കടം കുറയാനും ടെൻഷൻ കുറയാനും. കൂടുതലും 90s മ്യൂസിക് കേൾക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അതും മ്യൂസിക് ഡയറക്ടർ ശരത് സാറിന്റെ മ്യൂസിക്. അനിലക്കറിയാമല്ലോ, എന്റെ ഹസ്ബൻഡ് ചെറിയൊരു ഗായകനാണ്. അതുകൊണ്ട് തന്നെ എന്റെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം എനിക്ക് ശരത് സാറിന്റെ മ്യൂസിക്കിലുള്ള പാട്ടുകൾ പാടിത്തരുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ സംഗീതം ഞങ്ങളുടെ ഇടയിൽ ഉള്ളത് കൊണ്ട് തന്നെ ജീവിതം വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി മുന്നോട്ട് പോകുന്നു. ജീവിതത്തിൽ എന്തായി തീരണമെന്നായിരുന്നു കുട്ടിക്കാലത്തെ താങ്കളുടെ ആഗ്രഹം? ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? താങ്കളുടെ ജീവിതയാത്രയെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും ഒന്ന് വിലയിരുത്താമോ? കുട്ടിക്കാലത്ത് എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളായിരിക്കും അല്ലെ? അത് പിന്നീട് മാറി മാറിക്കൊണ്ടേയിരിക്കും. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ടീച്ചർ ആവാനായിരുന്നു ആഗ്രഹം. വീട്ടിലെ അനിയത്തിമാരൊക്കെ സ്റ്റുഡൻസ് ആക്കി കളിക്കുമായിരുന്നു. പിന്നെ കോളേജ് ലൈഫായപ്പോൾ സയൻസ് ഗ്രൂപ്പ് എടുത്തു പഠിച്ചപ്പോൾ നേഴ്സ് ആവണമെന്നായി. കാരണം നമ്മുടെ പിയർ ഗ്രൂപ്പിന്റെ ഒക്കെ ആഗ്രഹം അതായിരുന്നു. അവരുടെ ആഗ്രഹം നമ്മളിൽ സ്വാധീനം ചെലുത്തും. പിന്നീട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്തു, BEd ചെയ്തു. വിവാഹിതയായപ്പോൾ അതിനുശേഷം ബഹ്റിൽ വന്നു. ഇപ്പോൾ ഞാൻ ബഹ്റിൽ ഒരു വലിയ കമ്പനിയിൽ സെക്രട്ടറിയായി ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ എന്റെ ലക്ഷ്യങ്ങളിൽ പലതിലും എത്തിച്ചേർന്നു എന്ന് പറയാം. പ്രൊഫഷണൽ ലൈഫ്,
നല്ലൊരു കുടുംബജീവിതം, ഭർത്താവ്, മകൾ, വീടെന്ന സ്വപ്നം. ജീവിതത്തിലെ ലക്ഷ്യം എന്നത് മറ്റുള്ളവർക്ക് പ്രചോദനമാവുക എന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ എന്റെ വളർച്ചയിൽ ഞാൻ പൂർണ്ണ സംതൃപ്തിയാണ്. അടുത്തതായി ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. എന്താണ് താങ്കളുടെ സ്ട്രോങ് ആൻഡ് വീക്ക് പോയിന്റ്? സ്ട്രോങ് പോയിന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് മറ്റുള്ളവർ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. എനിക്ക് മറ്റുള്ളവരുമായി നന്നായി സംസാരിക്കാനും പെരുമാറാനും കഴിയുമെന്നുള്ളതാണ് ആ കാര്യം. കൂടാതെ മറ്റുള്ളവരെ വഞ്ചിക്കാതെ സത്യസന്ധവും ഉറച്ചതുമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നതുമാണ് എൻ്റെ സ്ട്രോങ് പോയിന്റ്. എൻ്റെ വീക്ക് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെയധികം സെന്റിമെന്റലാണ്. കൂടാതെ ആവശ്യമില്ലാതെ ഓവർ തിങ്കിങ് ചെയ്യുന്ന സ്വഭാവം എനിക്കുണ്ട്. ഇങ്ങനെയുള്ള ടെൻഷൻ സ്വഭാവം എപ്പോഴും ഒഴിവാക്കാൻ എൻ്റെ ഹസ്ബൻഡും അച്ഛനമ്മമാരും എപ്പോഴും അഡ്വൈസ് ചെയ്യാറുണ്ട്. അതിനുള്ള തീവ്ര ശ്രമത്തിലാണ് ഞാൻ. ഇതൊക്കെ തന്നെയാണ് എൻ്റെ സ്ട്രോങ് പോയിന്റും വീക്ക് പോയിന്റും. നമ്മുടെ സ്ഥാപനം സ്റ്റാഫ് വെൽഫെയർ ആക്ടിവിറ്റീസിൽ ഒരുപാട് മുൻപന്തിയിൽ നിൽക്കുന്നു എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഇത്രയും വർഷത്തെ പരിചയ സമ്പത്ത് വെച്ച് ഈ വെൽഫെയർ ആക്ടിവിറ്റീസിനെ കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? കമ്പനിയിലെ വെൽഫെയർ ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അനീലയുടെ ഞാനൊന്ന് ചോദിക്കട്ടെ. നമ്മൾ ആരെങ്കിലും വിചാരിച്ചിരുന്നോ നമ്മൾ എല്ലാവരും സിനിമയിൽ അഭിനയിക്കുമെന്നും ഡബിങ് ചെയ്യുമെന്നും? ഇല്ല അല്ലേ? പക്ഷെ ഈ കമ്പനിയിൽ വന്ന ശേഷം ഞാൻ സിനിമയിൽ അഭിനയിച്ചു, ഡബ് ചെയ്തു. എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല ഞാനൊരു സിനിമയുടെ ഭാഗമാവുന്നു. ഇനി അനില ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. വെൽഫെയർ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് നാം എല്ലാവരും പ്രവാസികളാണ്. നമ്മൾ നാടിനെ മിസ് ചെയ്യുന്നവരാണ്. ആ മിസ്സിങ് ഈ കമ്പനിയിലേക്ക് വന്ന ശേഷം ഫീൽ ചെയ്യാറില്ല. കാരണം നമ്മൾ നാട്ടിലെ ഓണപരിപാടികൾ, ക്ലബ്ബ് പരിപാടികൾ ഉണ്ടാകുന്ന പോലെ ഇവിടെയും എല്ലാ വെള്ളിയാഴ്ചകളിലും ഓരോ പരിപാടികൾ ഉണ്ടാവാറുണ്ട്. പാട്ട്, ഡാൻസ്, ചെസ്, ക്യാരംസ്, ക്രിക്കറ്റ്, വോളിബോൾ, പെയിന്റിംഗ്, ക്വിസ് കോമ്പറ്റീഷൻ. ഈ കമ്പനിയിൽ എല്ലാവരും ഫ്രൈഡേ ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കൂടാതെ നമ്മുടെ കമ്പനി ചാരിറ്റി പ്രവർത്തനവും ചെയ്യുന്നുണ്ട്. എല്ലാ എംപ്ലോയീസിനും നമ്മൾ 3 മാസം കൂടുമ്പോൾ ഫുഡ് കിറ്റ് കൊടുക്കാറുണ്ട്. ഫുഡ് വിത്ത് എംപ്ലോയീസ് എല്ലാ ക്യാമ്പ് വൈസ് ചെയ്യുന്നുണ്ട്. കൂടാതെ അവാർഡ് സെറമണി, അത് എടുത്തു പറയേണ്ടതാണ്. ഒരു വർഷത്തിൽ നടന്ന പരിപാടികളുടെ അവാർഡ് ദാന ചടങ്ങാണിത്. നമ്മുടെ എംപ്ലോയീസിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല അംഗീകാരമാണ് ഇത്. ഒരു വലിയ ഓഡിറ്റോറിയത്തിനുള്ളിൽ കുറേ VIP-കൾ അവർ നമ്മുടെ എംപ്ലോയീസിന് സമ്മാനം കൊടുക്കും. നമ്മുടെ എംപ്ലോയീസിന് അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും നല്ല നിമിഷവുമാണ്. വെൽഫെയർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ഹിഡൻ ടാലന്റിനെ പുറത്തു കൊണ്ടുവരിക മാത്രമല്ല, നമ്മുടെ വ്യക്തിത്വത്തെ അത് കൂടുതൽ മോൾഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ തന്നെയാണ് സ്റ്റാഫ് വെൽഫെയറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പണത്തെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമാണ് നിലനിൽക്കുന്നത്. നല്ല വശങ്ങളും ദൂഷ്യവശങ്ങളും പണത്തിനുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, എന്താണ് താങ്കൾക്ക് പണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്? പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല എന്ന് പഴമക്കാർ പറയാറുണ്ട്. പക്ഷെ പണം വെറും ഒരു വിനിമയ ഉപാധി മാത്രമാണ്. എല്ലാവർക്കും പണം ആവശ്യമാണ്. പക്ഷെ പണത്തിനായി മാത്രം ജീവിക്കരുത്. സന്തോഷവും സമാധാനമാണ് ജീവിതത്തിന്റെ യഥാർത്ഥ സമ്പത്ത്. പണം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കരുത്, നമ്മൾ പണത്തെ നിയന്ത്രിക്കണം. അതേസമയം പണമില്ലെന്ന പേരിൽ നമുക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടരുത്. കഠിനാധ്വാനവും നല്ല മനസ്സുമുണ്ടെങ്കിൽ പണം പതിയെ വന്നു ചേരും. ഇതാണ് എനിക്ക് പണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേരുമ്പോഴാണ് ഒരാളുടെ ജീവിതം ഉയർച്ചയിലേക്ക് എത്തുക എന്ന് നമുക്കറിയാം. താങ്കളുടെ കാഴ്ചപ്പാടിൽ ഒരാളുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് അനിവാര്യം എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? എന്റെ കാഴ്ചപ്പാടിൽ ജീവിതത്തിൽ ഉയർച്ച നേടാൻ നമ്മൾ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുക, സ്വയം അപ്ഡേറ്റ് ആവുക.
ജീവിതത്തിൽ പല വെല്ലുവിളികളും ഉണ്ടാവും. പക്ഷെ അതിനെല്ലാം തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. പിന്നെ നമ്മൾക്ക് പ്രധാനമായും ഉണ്ടാവേണ്ടത് ആത്മവിശ്വാസമാണ്. തന്റെ കഴിവിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും. പിന്നെ ദൈവവിശ്വാസവും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ജീവിത വിജയം ഉണ്ടാവുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നത്തെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. പുതുതലമുറയ്ക്കായി എന്തെങ്കിലും ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ നൽകാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ തലമുറയെ ജെൻസി എന്നാണ് വിളിക്കാറ്. ജെൻസി കൂടുതലും സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആണെന്ന് തോന്നാറുണ്ട്. ചുറ്റുവട്ടത്ത് എന്താണ് നടക്കുന്നത് പോലും അവരറിയുന്നില്ല. അവരെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല. എന്നിരുന്നാലും പുതുതലമുറയ്ക്ക് കൊടുക്കാനുള്ള ഉപദേശം അവർ സ്വന്തം കഴിവുകളെ തിരിച്ചറിഞ്ഞു ആത്മവിശ്വാസത്തോടെ സമൂഹത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അറിഞ്ഞു വേണം മുന്നോട്ട് പോവാൻ. കൂടാതെ മാതാപിതാക്കളെ മനസ്സിലാക്കാനും അവരെ ബഹുമാനിക്കാനും ശ്രമിക്കണം. ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയുമെങ്കിലും മുതിർന്നവരോട് ക്ഷമയോടെ സംസാരിച്ചാൽ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് നടന്നു പോകുമെന്നാണ് എന്റെ വിശ്വാസം. ഇതൊക്കെ തന്നെയാണ് പുതുതലമുറയോട് എനിക്ക് പറയാനുള്ളത്. താങ്കളുടെ സാന്നിധ്യം കൊണ്ട് ഇന്നത്തെ ഓർമ്മച്ചിപ്പ് വർണ്ണാഭമാക്കിയതിൽ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. ഒരുപാട് ഓർമ്മകളും അനുഭവങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുമായി പങ്കുവച്ചത് വളരെയധികം സന്തോഷം. ജീവിതത്തിൽ ഒരുപാട് മുന്നേറ്റം ഇനിയും ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു അനില. ആദ്യമായി മാക്വിഷൻ ചാനലിന്റെ ഓർമ്മച്ചപ്പ് എന്ന പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് സർവേശ്വരനോട് നന്ദി പറയും. കൂടാതെ ഓർമ്മച്ചപ്പ് എന്ന പരിപാടിയിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എന്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തും. എന്റെ അനുഭവങ്ങളും നിർദ്ദേശങ്ങളും ഇവിടെ പങ്കുവച്ചതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ എല്ലാ സ്റ്റാഫിനും ഇങ്ങനെയുള്ള അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.